അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം. അതിന്റെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി ലോകത്തേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ അന്ന് ലോകത്ത് പല മതങ്ങളുണ്ട്, പല ദർശനങ്ങളുണ്ട്. പ്രധാനമായും ബഹുദൈവ ആരാധകരുടെ വിഭാഗമായ മുശ്രിക്കുകളുണ്ട്, യഹൂദികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പേർഷ്യൻ കേന്ദ്രീകരിച്ച് മജൂസികളുണ്ട്, തുലവും തുച്ഛവുമായ നിരീശ്വരവാദികളുമുണ്ട്. അള്ളാഹുവിന് വേണമെങ്കിൽ ഇസ്ലാമിനെ എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ, പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ, യാതൊരുവിധ പഠനവും ചിന്തയും ആലോചനയും ആവശ്യമില്ലാതെ തന്നെ ഇതിനെ സ്വീകരിക്കാൻ കഴിയും വിധം അള്ളാഹു നേരിട്ട് വന്ന് പറഞ്ഞോ, സ്വർഗനരകങ്ങളെ കാണിച്ചോ ഒക്കെ. അങ്ങനെ ഒരു സ്വീകാര്യത ഇസ്ലാമിന് ലഭിക്കണമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ 6000-ൽ പരം വരുന്ന ആയത്തുകൾ നാം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. അള്ളാഹു ചിന്തിക്കാനാണ് പറയുന്നത്, പഠിക്കാനാണ് പറയുന്നത്, ആലോചിക്കാനാണ് പറയുന്നത്. ചിന്തിച്ചും ആലോചിച്ചും അറിഞ്ഞും ചോദിച്ചും പഠിച്ച് മനസ്സിലാക്കി ഈമാൻ അള്ളാഹു മതി. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ അള്ളാഹു നേരിട്ട് വന്ന് പറഞ്ഞ് നിങ്ങൾ ആരും പടച്ചവനിൽ വിശ്വസിക്കേണ്ടതാണ്. സ്വർഗവും നരകവും നേരിട്ട് കണ്ട ശേഷമേ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അങ്ങനെ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ ഈമാൻ പടച്ചവന് വേണ്ട. لِكُلٍّ جَعَلْنَا مِنْكُمْ شِرْعَةً وَمِنْهَاجًا وَلَوْ شَاءَ اللَّهُ لَجَعَلَكُمْ أُمَّةً وَاحِدَةً وَلَكِنْ لِيَبْلُوَكُمْ فِيمَا آتَاكُمْ فَاسْتَبِقُوا الْخَيْرَاتِ لِكُلٍّ جَعَلْنَا مِنْكُمْ നിങ്ങളിൽ നിന്നുമുള്ള എല്ലാവർക്കും നാം നിശ്ചയിച്ചിട്ടുണ്ട് ശിർഅതൻ ഒരു നിയമ സംവിധാനം, വമിൻഹാജ ഒരു മാർഗം. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ഒരു നിയമമുള്ളത്, യഹൂദിക്കുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്, മജൂസിക്കുണ്ട്, മുശ്രിക്കിനുണ്ട്. എല്ലാവർക്കും അവരവരുടെ നിയമങ്ങളും തത്വസംഹിതകളും ഫിലോസഫിയും ഒക്കെ ഉണ്ടല്ലോ. എന്തിനാണ് പടച്ചവൻ അതിന്റെ ആവശ്യം? എല്ലാം ഒന്ന് ഏകീകരിക്കാൻ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെല്ലാം ഒരു സമുദായമാക്കുമായിരുന്നു. അള്ളാഹിനെ കണ്ടു വിശ്വസിക്കാം, സ്വർഗം കണ്ടു വിശ്വസിക്കാം, നരകം കണ്ടു വിശ്വസിക്കാം, മലക്കുകളെ കണ്ടിട്ട് വിശ്വസിക്കാം. നമ്മൾ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും നമുക്ക് ദൃശ്യമായതാക്കാം. എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ ഇവിടെ കാഫിര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. എല്ലാവരും മുസ്ലിമീങ്ങൾ. അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് നൽകപ്പെട്ട വിവേകത്തിൽ, ചിന്തയിൽ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. തക്ലീഫുൽ ഇലാഹി എന്ന് പറയും. വേണമെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനെ ഒരു മൈൻഡ് ഗെയിം എന്ന് പറയാം. ചിന്താപരമായ ഒരു കളി ഇവിടെ നടക്കണം. അങ്ങനെയാണ് ഈമാനിലേക്ക് കടന്നു വരേണ്ടത്, വിശ്വാസത്തിലേക്ക് കടന്നു വരേണ്ടത്. സ്വർഗം കാണാതെ സ്വർഗത്തിൽ വിശ്വസിക്കണം. തെളിവുകളിലൂടെ, ദൃഷ്ടാന്തങ്ങളിലൂടെ. അള്ളാഹുവിനെ കാണാതെ അള്ളാഹുവിൽ വിശ്വസിക്കണം. മലക്കുകളെ കാണാതെ മലക്കുകളിൽ വിശ്വസിക്കണം. അദൃശ്യമായ കാര്യങ്ങളിൽ നാം എന്തെല്ലാം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ, ഈ മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, നേരിട്ട് കണ്ടിട്ടല്ല. അത് വിശ്വാസമല്ല. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്ന വിഷയം തക്ലീഫുൽ ഇലാഹിയാണ്. മനുഷ്യൻ ചിന്തിച്ചും അറിഞ്ഞും പഠിച്ചും ചോദിച്ചും മനസ്സിലാക്കിയും ഈമാനിലേക്ക് വരണം. പരിശുദ്ധമായ ഖുർആനിൽ അങ്ങനെയുള്ള ചില ട്രാപ്പുകൾ പോലും, മനുഷ്യന്റെ ചിന്തകളെ കളിപ്പിക്കുന്ന ചില ട്രാപ്പുകൾ പോലും ഉണ്ട് എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തു ആലി ഇംറാൻ
ഞാൻ അതാണ് തുടക്കത്തിൽ ഓതി വെച്ചത്. هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات هو الذي أنزل عليك الكتاب അവനാണ് അല്ലാഹു അവൻ നിങ്ങളുടെ മേൽ താങ്കളുടെ മേൽ ഈ കിതാബിനെ അവതരിപ്പിച്ചിരിക്കുന്നു. മിൻഹു ആയാത്തുൻ മുഹ്കമാത് ഈ കിതാബിൽ നിന്നും ബഹുഭൂരിഭാഗവും ആയാത്തുൻ മുഹ്കമാത് മുഹ്കമായ ആയത്തുകളാണ്. ഒരു സംശയത്തിനും ഒരു തർക്കത്തിനും അവകാശമില്ലാത്ത വ്യക്തവും സ്പഷ്ടവുമായി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആയത്തുകൾ ഈ പരിശുദ്ധമായ ഖുർആനിലുണ്ട്. അതാണ് ഉമ്മുൽ കിതാബ്, ഖുർആനിന്റെ മാതാവ്. നാം പിന്തുടരപ്പെടേണ്ടത് ആ ഉമ്മുൽ കിതാബിനെയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു മറ്റു ചില ആയത്തുകളുണ്ട്. 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ ബഹുഭൂരിഭാഗം വരുന്ന ആയത്തുകളും മുഹ്കമുകളാണ്. ഒരു തർക്കത്തിനും അവകാശമില്ല, അതിൽ നമുക്ക് ഒരു സംശയവും ഉണ്ടാവുകയില്ല. പക്ഷേ നമുക്ക് സംശയം തോന്നിപ്പിക്കുന്ന ചില ആയത്തുകളും പരിശുദ്ധമായ ഖുർആനിലുണ്ട്. എല്ലാ ആയത്തുകളും പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് ഒരു സംശയവും ഉണ്ടാവുകയില്ല എന്നല്ല പറയുന്നില്ല, ഉണ്ടാകും. അള്ളാഹിന് സംശയമില്ല കേട്ടോ. ഇത് മനസ്സിലാക്കിയ ആരിഫീങ്ങൾക്ക്, അള്ളാഹുവിനെ മനസ്സിലാക്കിയ അള്ളാഹുവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സംശയമൊന്നുമില്ല. സ്വാഭാവികമായി മനുഷ്യന്റെ ചിന്തകളെ കളിപ്പിക്കാൻ സാധ്യതയില്ല. ചില ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിലുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. ചില ആയത്തുകൾ മുത്തശാബിഹത്തുകളാണ്. ഹൃദയത്തിൽ വളവുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ മൈൻഡ് ഗെയിമിൽ തോറ്റുപോകുന്ന ആളുകളുണ്ട്. എന്താണ് ടെക്നിക്ക് എന്ന് പിടി കിട്ടാത്ത ചില ആളുകളുണ്ട്. ഖുർആനിൽ നിന്നും സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ സംശയമുണ്ടാക്കി അവന്റെ സംശയങ്ങളും കൂടെ ഉണ്ടാക്കി അതിന്റെ പുറകിൽ മാത്രം കൂടുന്ന ആളുകളാണ് അവർ. فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة. ഇതിനാണ് കുഫ്ർ വർദ്ധിപ്പിക്കാൻ, കുഫ്റുണ്ടാക്കാൻ, സത്യനിഷേധം വളർത്താൻ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ മനുഷ്യന്മാർ ഉപയോഗിക്കുമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിരിക്കും. പിന്നെ ആര് പറയണം? എത്ര ആയത്തുകളുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ആയത്തുകളുടെ ഒക്കെ സ്ഥിതി ഇതാണ്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സാലിഹൻ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സൂറത്തുൽ ബഖറയുടെ ആയത്താണ്. തീർച്ചയായിട്ടും ഇന്നല്ലദീന ആമനു വിശ്വാസികൾ, വല്ലദീന ഹാദു ജൂതന്മാരായ ആളുകൾ. ആയത്തിന്റെ അർത്ഥം ശ്രദ്ധിക്കണം. ആയത്തിന്റെ അർത്ഥം വെച്ച് പിഴച്ചു പോകുന്ന ആളുകളെ പറ്റിയാ പറയുന്നത്. വല്ലദീന ഹാദു വന്നസാറ ക്രിസ്ത്യാനികൾ, വസ്സാബിഈൻ സാബികൾ, വൽ മജൂസികൾ. എത്ര മതവിഭാഗങ്ങളെ അല്ലാഹു ഇവിടെ പറഞ്ഞു. അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ അവർക്കൊന്നും പേടിക്കേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതുമില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത്. അപ്പൊ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ മതി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. യഹൂദി വിശ്വസിക്കുന്നില്ലല്ലോ, ക്രിസ്ത്യാനി വിശ്വസിക്കുന്നില്ലല്ലോ, മജൂസി വിശ്വസിക്കുന്നില്ലല്ലോ, മുശ്രിക്ക് വിശ്വസിക്കുന്നില്ലല്ലോ. അവരും സ്വർഗത്തിലാണ്, ഗാന്ധിജി സ്വർഗത്തിലാണ്, മദർ തെരേസ സ്വർഗത്തിലാണ്. ആരുടെയും സ്വർഗനരകം തീരുമാനിക്കാൻ നമ്മൾ അവകാശപ്പെട്ടവരല്ല. അവര് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീരുമാനിക്കേണ്ടവർ പടച്ചവനാണ്. നമ്മൾ നരകത്തിലാക്കുകയും വേണ്ട, സ്വർഗത്തിലാക്കുകയും വേണ്ട. ഗാന്ധിജി സ്വർഗത്തിലാണ്, കാരണം ഈ ആയത്ത് തെളിവാണ്. മുത്തശാബി വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ. ഹൃദയത്തിൽ വളവുള്ളവൻ ഈ ആയത്തിൽ സംശയം ജനിപ്പിക്കും. എന്നിട്ടോ മുഹക്കമായ അല്ലാഹു വ്യക്തമായ ഖുർആനിൽ പറഞ്ഞ ആയത്തുകൾക്ക് നേരെ കണ്ണടയ്ക്കും. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്ത പ്രവാചകന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഈ പരിശുദ്ധമായ ഇസ്ലാം അല്ലാത്ത മറ്റേതെങ്കിലും ജൂതന്മാരുടെ വഴിയോ ക്രിസ്ത്യാനികളുടെ വഴിയോ മജൂസികളുടെ വഴിയോ സാബികളുടെ വഴിയോ ആരെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ഒരു സൽക്കർമ്മവും സ്വീകരിക്കുകയില്ല
സ്വീകരിക്കുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല അവൻ ആഖിറത്തിൽ നഷ്ടവാളികളിൽ പെട്ടുപോവുകയും ചെയ്യും. എത്ര വ്യക്തമായി അള്ളാഹു പറഞ്ഞു. എന്നാലും ഈ ആയത്തിൽ സംശയം ഉണ്ടാക്കും. അള്ളാഹു പറഞ്ഞതാണ് ഇതൊരു ട്രാപ്പാണ്. മുത്തശാബിഹുകൾ, ഖുർആനിൽ ഇങ്ങനെ ചില ആയത്തുകൾ ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഖുർആനിൽ നമ്മുടെ ചിന്തകളെ വളരെ ചലഞ്ച് ചെയ്യുന്ന പല ആയത്തുകളും ഉണ്ട്. അള്ളാഹു പറഞ്ഞാണ് ചില ആയത്തുകൾ മുത്തശാബിഹുകളാണ്. 6000-ൽ പരം വരുന്ന ഖുർആനിന്റെ ബഹുഭൂരിപക്ഷം ഭാഗം വരുന്ന ആയത്തുകളും മുഹക്കം. ഒരു സംശയത്തിന് നമുക്കൊരു സംശയം ഉണ്ടാവില്ല. ചില ആയത്തുകൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, പക്ഷെ കുടുങ്ങരുത്. അതാണ് അള്ളാഹു പറയുന്നത്, കുടുങ്ങരുത്. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം, സാധാരണ ഇസ്ലാം വിമർശകർ പറയാറുണ്ട് ഖുർആൻ പറയുന്നു സൂര്യൻ ചെളിക്കുണ്ടിലാണ് അസ്തമിക്കുന്നത്. ഖുർആൻ പറയുന്നു സൂര്യൻ അസ്തമിക്കുന്നത് ചെളിക്കുണ്ടിലാണ്. പശ്ചാത്തലം എന്താണ്? ദുൽഖർനൈൻ എന്ന് പറയുന്ന ലോകം അടക്കി ഭരിച്ച ഒരു ഭരണാധികാരിയെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സഞ്ചാരം പറയും. ഹത്താ ഇദാ വജദ മഗ്രിബ ശംസി വജദഹാ തഗ്റുബു ഫീ ഐനിൻ ഹമിഅ വവജദ ഇൻദഹാ ഖൗമാ. ദുൽഖർനൈൻ ഇങ്ങനെ ഭൂമിയുടെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് സഞ്ചരിച്ച് സൂര്യാസ്തമനം നടക്കുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കന്യാകുമാരിയിൽ നമ്മള് സൂര്യാസ്തമയം കാണാൻ പോകുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, പക്ഷെ യാഥാർത്ഥ്യം അതല്ല. അദ്ദേഹത്തിന്റെ അനുഭവത്തെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ. പക്ഷെ ഈ ആയത്ത് ദുരുപയോഗപ്പെടുത്തിയിട്ട് പറയും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യൻ ചെളിക്കുണ്ടിലാണ് അസ്തമിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. വ്യക്തമായ ഖുർആനിൽ പറയുന്നു വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഒരു ചെളിക്കുണ്ടിലുമല്ല ഉദയവും അസ്തമയവും നടക്കുന്നത്. അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ഭ്രമണപഥങ്ങളിലൂടെ സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, സൂര്യൻ ചലിച്ചു കൊണ്ടിരിക്കുന്നു. കുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതിന്റെ ഗോളങ്ങളിൽ നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ ഒരു ആശങ്കയ്ക്കും ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമാക്കുമ്പോൾ ആയത്ത് വേണ്ട. ഈ ആയത്തിൽ കിടന്ന് സംശയം ഉണ്ടാക്കുക. അല്ലാഹു അതാ പറഞ്ഞത് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗ്, ഹൃദയത്തിൽ വളവുള്ള ആളുകൾ ഫയത്തബിഊന മാ തശാബഹ, ഖുർആനിൽ സംശയമുണ്ടാക്കി അതിന്റെ പുറകിൽ കൂടും. അവർ മുഹക്കമുകളെ അവഗണിക്കും. വ്യക്തമായി പറഞ്ഞ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ അവർ അവഗണിക്കും. ഇങ്ങനെ എത്ര ആയത്തുകൾ മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ദ്രോഹിക്കാൻ വേണ്ടി ആയത്തുകൾ ഉപയോഗിക്കുന്നു എന്നേ. അത് അള്ളാഹുടെ ആയത്ത് ഉപയോഗിക്കുമെന്നാ പറഞ്ഞു, ഉപയോഗിക്കൂല എന്നല്ല, ഉപയോഗിക്കുമെന്നാണ് അള്ളാഹു ഖുർആനിൽ പറയുന്നത്. لا تتخذوا يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളെ സ്നേഹിതന്മാരായി സ്വീകരിക്കരുത്. കണ്ടില്ലേ, ഒരു മതവിഭാഗവുമായിട്ട് നമ്മൾ ബന്ധപ്പെടരുത് എന്ന് ഖുർആൻ പറയുന്നതെന്ന് പറയും. അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് പൂർണ്ണമായി അടർത്തിയെടുത്തിട്ട് സംശയങ്ങൾ ഉണ്ടാക്കും. പക്ഷേ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും. അല്ലാഹു നിങ്ങളെ തടയുന്നില്ല, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകൾ, നിങ്ങളുടെ പ്രദേശത്ത് നിന്ന് നിങ്ങളെ പുറത്താക്കാൻ പരിശ്രമിക്കാത്ത ആളുകൾ, അവരോട് മാന്യമായി പെരുമാറുന്നതിനും സ്നേഹബന്ധം സ്ഥാപിക്കുന്നതിനും അല്ലാഹു നിങ്ങളെ തടയുന്നില്ല. അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ വർത്തിക്കണമെന്ന് ഇത്ര കൃത്യമായിട്ട് പറയുമ്പോൾ സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിൽ സംശയങ്ങൾ ഉണ്ടാക്കി ഇതിനെ അവഗണിക്കുക, ഇതാണ് ദീനിന്റെ നിയമം എന്ന് പറഞ്ഞ് വരുത്തി തീർക്കുക. ഇങ്ങനെ ചില ആയത്തുകൾ, ഇങ്ങനെ ചില ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഖുർആനിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ ചില ആളുകൾ കുടുങ്ങും, സൂക്ഷിക്കണം മുഅ്മിനീങ്ങളെ എന്നാണ് പറഞ്ഞത്. فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه. ഇങ്ങനെ എത്ര ആയത്തുകൾ നമുക്ക് പരിശുദ്ധമായ ഖുർആനിൽ ചില ആയത്തുകളിൽ അങ്ങനെ 7 ആകാശവും 7 ഭൂമിയും എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ പ്രയോഗം ശാസ്ത്രീയമായ സത്യങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞ്
സംശയങ്ങൾ ജനിപ്പിക്കാൻ നടക്കുന്നവർ فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة എന്തിനാണ് ഇബ്തിഗാ അൽ ഫിത്ന കുഫ്ർ വർദ്ധിപ്പിക്കാൻ എന്തുകൊണ്ട് അവർക്ക് കുഫ്ർ വർദ്ധിക്കണമെന്ന് ഇത്ര ഒരു പിടിവാശി കിബർ അഹങ്കാരം ചില പുസ്തകങ്ങൾ നമസ്കാരമുണ്ടായിരുന്ന ദീനുണ്ടായിരുന്ന പല ആളുകളും യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പോയത് കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് എന്ന് അറിവ് വർദ്ധിച്ചപ്പോൾ ഞങ്ങൾ അതിലേക്ക് പോയി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ശരിയായ കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടും ചില ആളുകൾ പറയാറില്ലേ, നമ്മുടെ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്തിട്ട് എന്താ നമ്മുടെ രാജ്യം എന്താ ഇങ്ങനെ ആയി പോയത് എന്ന് പറയും. അവരെയൊക്കെ കണ്ടുപഠിക്കണം. കള്ളും കുടിച്ച് വ്യഭിചരിച്ച് അത് നമുക്ക് ആകർഷിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് പറയുള്ളൂ. അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യവും വളരണം എന്ന് പറഞ്ഞ് ഇവിടെയുള്ള സംസ്കാരം, ഇവിടെയുള്ള കുടുംബം, വിവാഹം, ബന്ധങ്ങൾ, ഇത്തരം ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രരായി വിഹരിക്കാൻ കഴിയുന്ന ഒരു സംസ്കാരം, അതാണ് വലുത്. ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വന്ന ആളാണ് എന്ന് വലിയ രീതിയിൽ പെരുപ്പത്തരം പറയുന്നത് പോലെ പരിശുദ്ധമായ ഖുർആനിനോട് പെരുപ്പത്തരം പറയുന്ന ആളുകൾ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അവരുടെ ഹൃദയങ്ങളിൽ അഹങ്കാരം മാത്രമാണ്. അഹങ്കാരമാണ്. ഞാൻ എന്തോ വലിയ ആളായി പോയി, ഞാൻ പഠിച്ചു, ഞാൻ അറിഞ്ഞു. അങ്ങനെയുള്ളവന് ഇസ്ലാം കിട്ടൂല, ഹിദായത്ത് കിട്ടൂല. അള്ളാഹു പറയുകയാണ് അവർ തെറ്റി, അവരുടെ ചിന്തകളിൽ നിന്ന് അവർ തെറ്റി, ഗെയിമിൽ അവർ തോറ്റു, അവർ പരാജയപ്പെട്ടു. അവരുടെ ചിന്തകളും അള്ളാഹു തെറ്റിച്ചു കളഞ്ഞു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആയത്തുകളിൽ മാത്രമല്ല മുത്തശാബിഹുകൾ ഉള്ളത്. നാം ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ തന്നെ മുഹക്കമുകളുമുണ്ട്, മുത്തശാബിഹുകളുമുണ്ട്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിലാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിലാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ചില മനുഷ്യർ അന്ധന്മാരായി ജനിക്കുന്നു, കാത് കേൾക്കാത്തവരായി ജനിക്കുന്നു, ജീവിതത്തിൽ പോളിയോ ബാധിക്കുന്നു, ശരീരം തളർന്നു പോയവരായി അവരുടെ ജീവിതം നീങ്ങുന്നു. ഇത്രയും മനുഷ്യരെയല്ല, ഇത്രയും വളരെ അള്ളാഹുവിന്റെ സൂക്ഷ്മമായ ഹിക്മത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ, സൃഷ്ടിപ്പിലെ രഹസ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ മുഹക്കമായ കോടാനുകൂടി മനുഷ്യരെ കണ്ടാലും അവഗണിക്കും ഈ മുത്തശാബി. എന്തുകൊണ്ട് അള്ളാഹു ശിക്ഷിക്കുന്നത് കണ്ടില്ലേ? ഒരു കുഞ്ഞിനെ ഇങ്ങനെ പറയും. മനുഷ്യന്റെ ഒരു സ്വഭാവമാണത്. ജീവിതത്തിൽ നാം എന്തെല്ലാം സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നു. രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ജോലിക്ക് പോകുന്നു, എല്ലാം സുഖമായി നടക്കുന്നു. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ജീവിതത്തിൽ സംഭവിച്ചാൽ നാം പടച്ചവനെ പഴി പറയുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ്. ഈ സ്വഭാവം എവിടെയും ഉപയോഗിക്കും. ഇത് മതി നമുക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ, ദീനിൽ നിന്ന് പുറത്തു പോകാൻ, അള്ളാഹുവിനെ പഴി പറയാൻ, പടച്ചവനെ നിഷേധിക്കാൻ. അള്ളാഹുവിനെ അസഭ്യം പറയുന്നവരെ പോലും പടച്ചവനല്ലേ സംരക്ഷിക്കുന്നത്. നിരീശ്വരവാദികൾ, അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർ, പടച്ചവനെ മോശം പറയുന്നവർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അസഭ്യം പറയുന്നവർ, അവരെയും പടച്ചവൻ തന്നെയല്ലേ പരിപാലിക്കുന്നത്, പടച്ചവൻ തന്നെയല്ലേ സംരക്ഷിക്കുന്നത്. വലില്ലാഹിൽ ഹിക്മത്തുൽ ബാലിഗ. എന്താണ് ഇതിന്റെ സീക്രട്ട്? നമുക്കറിയില്ല. ഇതാണ് മുഅ്മിൻ. നമുക്കറിയില്ല. എന്തിനാണ് ഒരു കുഞ്ഞ് പോളിയോ ബാധിക്കപ്പെടുന്നത്? നമുക്കറിയില്ല. എന്തിനാണ് ഒരു കുഞ്ഞിന് ക്യാൻസർ വന്ന് ജനിക്കപ്പെടുന്നത്? നമുക്കറിയില്ല. എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്? നമുക്കറിയില്ല. അള്ളാഹുവിന് മാത്രമേ അറിയൂ. എന്തെല്ലാം ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നടന്നു, നീ അതിനെപ്പറ്റി ആലോചിക്കുക എന്നാണ്. فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله. ഇത് വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് ഇങ്ങനെ കുഫ്ർ പരത്തുക എന്നതാണ് ചില ആളുകളുടെ ഉദ്ദേശം.
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്നതി വബ്തിഗാഅ തഅവീലി വമാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ്. നിങ്ങൾ വ്യാഖ്യാനം അന്വേഷിച്ച് നടക്കുന്ന കുറെ കാര്യങ്ങളില്ലേ, അതിന്റെ വ്യാഖ്യാനം അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. ഇതിന്റെ രഹസ്യങ്ങൾ നമുക്കറിയുകയില്ല. നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട് എത്ര വ്യാഖ്യാനിക്കാൻ കഴിയോ അത്രേ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളും രഹസ്യങ്ങളും അറിയുന്നത് സർവശക്തനായ അല്ലാഹുവാണ്. والراسخون في العلم يقولون آمنا به. അറിവുള്ള ആളുകൾ, അറിവിൽ ദൃഢതയുള്ള ആളുകൾ, അറിവിൽ ദൃഢതയുള്ള ആളുകൾ, 4, 3, 7 പുസ്തകങ്ങൾ വായിച്ചിട്ടല്ല, ഉറച്ച അറിവ് നേടിയ ആളുകൾ, അല്ലാഹുവിന്റെ മാരിഫത്ത് നേടിയ ആളുകൾ. والراسخون في العلم يقولون, അവർ പറയും, കുല്ലും മിൻ ഇൻദി റബ്ബിനാ. മുഹക്കമുകളാകട്ടെ, അല്ലാഹുവിന്റെ അചഞ്ചലമായ സൃഷ്ടി സംവിധാനങ്ങളാകട്ടെ, നമുക്ക് സംശയം തോന്നുന്ന ചില സൃഷ്ടി സംവിധാനങ്ങളാകട്ടെ, ചില ആയത്തുകളാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും എല്ലാം നമ്മുടെ റബ്ബിൽ നിന്നുമുള്ളതാണ്, നമ്മുടെ റബ്ബിൽ നിന്നുള്ളതാണ്. കുല്ലും മിൻ ഇൻദി റബ്ബിനാ, നമ്മുടെ റബ്ബിൽ നിന്നുള്ളതാണ്. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരല്ലാതെ ഇവിടെ വിജയിക്കുകയില്ല. മനസ്സിലായില്ലേ എന്താ നടക്കുന്നത്? നമ്മുടെ ചിന്തകൾ പല സന്ദർഭത്തിലും കുടുങ്ങി പോകാതെ സൂക്ഷിക്കണമെന്നാണ്. മുത്തശാബിഹുകളുടെ പുറകെ, സംശയങ്ങൾ ജനിപ്പിക്കുന്ന കാര്യങ്ങളുടെ പുറകെ മാത്രം പോവുകയും അല്ലാഹു ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിക്കരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഉപദേശിക്കുകയാണ്. എങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു. അല്ലാഹു എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു, അത് അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുമ്പോഴാണ് അതിന് ഈമാൻ തഫക്കുർ എന്ന് പറയും. ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഈമാൻ, പഠിച്ചറിഞ്ഞ ഈമാൻ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. തന്റെ അടിമയെയും കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരൊറ്റ രാത്രിയിൽ രാപ്രയാണം ചെയ്യിപ്പിച്ച റബ്ബ് എത്ര അനുഗ്രഹീതൻ പരിശുദ്ധൻ എന്ന ആയത്ത് ഓതിക്കൊടുത്ത സന്ദർഭത്തിൽ മുശ്രിക്കീങ്ങൾ കളിയാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ പറഞ്ഞില്ലേ ഇയാൾക്ക് ഭ്രാന്താണെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ? മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ ഒറ്റ രാത്രി കൊണ്ട്, അതായത് മക്കയിൽ നിന്ന് ഫലസ്തീൻ വരെ പോയി എന്ന് പറയുന്ന ഈ കാര്യം ഇത് ഭ്രാന്തുണ്ടെങ്കിലല്ലേ പറയൂ എന്ന് പറഞ്ഞു. പക്ഷേ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറയുന്നതും ഓതിയതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ ഞങ്ങളത് വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളത് വിശ്വസിച്ചിരിക്കുന്നു, ഞാനത് വിശ്വസിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചത്. ഇതാണ് ഈമാൻ, ഇതാണ് ഈമാൻ. എല്ലാം കണ്ടിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ പിന്നെ എന്ത് വിശ്വാസമാണ്? അവർ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട്, വഖാലു ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുആ. അവർ ചോദിച്ചു, ലൻ നുഅ്മിന ലക, ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുകയില്ല, ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുആ, ഭൂമിയിൽ നിന്ന് ഒരു ഉറവ താങ്കൾ ഒഴുക്കും, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഒരു തളിക വരട്ടെ, അല്ലെങ്കിൽ താങ്കൾ ഇങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോകുന്നത് ഞങ്ങൾ കാണട്ടെ, അല്ലെങ്കിൽ അല്ലാഹു ഞങ്ങളോട് വന്ന് നേരിട്ട് സംസാരിക്കട്ടെ. ഇതിന് പറയുന്നത് ഈമാനെ ഇൽതിറാരിയാണ്. ഇങ്ങനെയാണെങ്കിൽ അതൊരു വിശ്വാസമാണോ? അതൊരു ഈമാനാണോ? അത് ഈമാനല്ല. അങ്ങനെ വിശ്വസിക്കണ്ട നിങ്ങൾ. അങ്ങനെ പടച്ചവൻ നേരിട്ട് വന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കണ്ട. സ്വർഗം നേരിട്ട് കണ്ടിട്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. നരകം നേരിട്ട് കണ്ടിട്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. മലക്കുകളെ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം ഇതിൽ ഒരു സംശയവുമില്ല. അല്ലാഹു ഇറക്കിയ പടച്ചവനും അല്ലാഹുവിനെ മനസ്സിലാക്കിയ മുഅ്മിനിനും. ഹുദൽ ലിൽ മുത്തഖീൻ, ഇത് മുത്തഖീങ്ങൾക്ക് സന്മാർഗ്ഗമാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ എങ്ങനെയുള്ള ബുദ്ധിമാന്മാരാണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കണം. ഇത് ദൃശ്യമായാൽ പിന്നെ എന്ത് വിശ്വാസം? സ്വർഗം ദൃശ്യമായി, പടച്ചവൻ ദൃശ്യമായി, എല്ലാം ദൃശ്യമായി, പിന്നെ അവിടെ വിശ്വാസമില്ല. നമ്മുടെ ചിന്താപരമായി നാം പരാജയപ്പെടുന്നു എന്ന ഘട്ടത്തിലെ വിശ്വാസം, ആ സന്ദർഭത്തിൽ സമിഅനാ വ അതഅനാ, സമിഅനാ വ അതഅനാ ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ, ആ മൈൻഡ് ഗെയിമിൽ നമ്മൾ വിജയിക്കണമെന്നതാണ്.
ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. നമ്മളോടുള്ള ആഹ്വാനമാണ്, റബ്ബേ ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കല്ലേ, ഈ ഗെയിമിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ. ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങൾക്ക് ഈ അമൂല്യമായ ഹിദായത്ത്, സന്മാർഗ്ഗം, ഇസ്ലാം നൽകിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കലേ പടച്ചവനെ. ഏതെങ്കിലും മുതശാബിഹുകളിൽ വ്യാഖ്യാനം തെരഞ്ഞുപോയി ചിന്തകളും ഹൃദയങ്ങളും അതിൽ കുടുങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കലേ പടച്ചവനെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة, നിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും വലിയ കാരുണ്യമായ ഹിദായത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, അല്ലാഹുവേ നീയാണ് വഹാബ്, നീയാണ് ഹിദായത്ത് ഞങ്ങൾക്ക് ദാനമായി നൽകുന്നത്, ഔദാര്യമായി നൽകുന്നത്, അവകാശമല്ല, ഔദാര്യമായി നൽകുന്നത്. ഈ സംശയാസ്പദമായ കാര്യങ്ങളുടെ പുറകെ പോകാതെ ഈമാനിൽ അടിയുറച്ചു നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകിയാൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഹിബത്താണ്, സമ്മാനമാണ്. അള്ളാഹു അത്തരത്തിലുള്ള മുഅ്മിനീങ്ങൾ അല്ലാത്തവർ എത്ര ദൃഷ്ടാന്തം കാണിച്ചാലും വിശ്വസിക്കുമോ? മുഅ്മിനീങ്ങളെ, ഒരു ദൃഷ്ടാന്തം റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തു, ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു, ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. അപ്പൊ എന്ത് പറഞ്ഞു? സഹറനാ മുഹമ്മദ്, സഹറനാ മുഹമ്മദ്, മുഹമ്മദ് ഞങ്ങൾക്ക് അത് സിഹറാണെന്ന് പറഞ്ഞു. ഹൃദയത്തിൽ വളവുള്ളവൻ അങ്ങനെ ചിന്തിക്കൂ. അവരൊരു ദൃഷ്ടാന്തം കണ്ടാൽ അവർ പിന്തിരിയും. അവർക്ക് പറയാൻ കഴിയുന്ന ന്യായം മാക്സിമം എന്ന് പറയാൻ കഴിയൂ, അതവർ പറയും. എന്നാലും അവർ വിശ്വസിക്കൂല. ഇനി സ്വർഗ്ഗം നേരിട്ട് കണ്ടാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഔദാര്യമായി നമുക്ക് ലഭിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പ്രവാചകരെ, അങ്ങ് പ്രിയപ്പെടുന്നവർക്ക് നൽകുന്നതിന്റെ പേരല്ല ഹിദായത്ത്, അള്ളാഹു അവന്റെ പ്രിയപ്പെട്ട ദാസന്മാർക്ക് നൽകുന്നതാണ് ഹിദായത്ത്. ഈമാനിൽ ഇസ്തിഖാമത്തോടു കൂടി ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തഫക്കുർ, തദബ്ബുർ, പരിശുദ്ധമായ ഖുർആൻ ആ അടിവരയിട്ട് പറയുന്നതാണ്. നിങ്ങൾ ആലോചിക്കിൻ, നിങ്ങൾ പഠിക്കിൻ, ശരിയായ മനസ്സോടെ, അഖ്ലെ സലീം, സുരക്ഷിതമായ ചിന്തയോടെ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ പഠിക്കിൻ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ പഠിക്കിൻ, മനസ്സിലാക്കിൻ, അറിഞ്ഞുകൊണ്ടേ ഇരിക്കിൻ. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. അവിടെയാണ് നമ്മുടെ ചിന്തകൾ വിജയിക്കുന്നത്, നമ്മുടെ ജീവിതം വിജയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സാലിഹീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ, ഉറച്ച വിശ്വാസികളിൽ പടച്ചവൻ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.